എല്ലാ കൂട്ടുകാർക്കും നോളജ് ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആനുകൂല്യങ്ങളെ പറ്റിയാണ്. അതായത് നമുക്ക് ഏതൊക്കെ തരം ആനുകൂല്യങ്ങൾക്ക് അർഹനാണ് അല്ലെങ്കിൽ അർഹയാണ് എന്ന് അറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. അപ്പോൾ മൈ സ്കീം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ ജെൻഡർ, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ പ്രായം ഇതൊക്കെ അനുസരിച്ച് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ കൂടെ തന്നെ നമ്മൾ ഏതൊക്കെ തരം ആനുകൂല്യങ്ങൾക്ക് അർഹയാവാൻ അല്ലെങ്കിൽ അർഹനാവാൻ ചാൻസസ് ഉണ്ട്, അതിൻ്റെ എലിജിബിലിറ്റി ഇതിൽ കൂടെ തന്നെ ചെക്ക് ചെയ്ത് എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പം ഇതെങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇതിനകത്തുനിന്ന് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആദ്യം ഗൂഗിളിൽ പോയിട്ട് മൈ സ്കീം എന്ന് ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പം ആദ്യം കാണുന്ന ആ ഓപ്ഷൻ വരും. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു പർട്ടിക്കുലർ പേജിലേക്ക് പോകും. ഇതൊരു ഗവൺമെൻറ് ഒഫീഷ്യൽ പേജാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. ആദ്യം കാണുന്നൊരു ഓപ്ഷനുണ്ട്, ഫൈൻഡ് സ്കീംസ് ഫോർ യു. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും. അതായത് നമ്മൾ കുറച്ച് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. നമ്മുടെ ജെൻഡർ ഏതാണ്, നമ്മുടെ പ്രായം ഏതൊരു ലെവലിൽ വരും, നമ്മൾ ഏത് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്, പിന്നെ നമ്മുടെ മെറൈറ്റൽ സ്റ്റാറ്റസ് എന്താണ്, അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കനുസൃതമായ ആനുകൂല്യങ്ങൾ ഏതൊക്കെയാണ് എന്നവർ ചെക്ക് ചെയ്ത് തരികയാണ്. അപ്പം ഇതൊക്കെയാണ് ശരിക്കുള്ള ഓപ്ഷൻസ്. അപ്പം ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണോ, മൈനോറിറ്റി കാസ്റ്റ് ആണോ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളോട് ചോദിച്ച് അവസാനം ഇപ്പോൾ ഇത് നെക്സ്റ്റ് അടിക്കണം, BPL ചോദിക്കും, പിന്നെ വേറൊരു കണ്ടീഷൻ ചോദിക്കും. അത് കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പം ഇവിടെ കണ്ട് ഏകദേശം 306 സ്കീംസ് വന്നു. അപ്പം അതിൻ്റെ അർത്ഥം ഈ 306 സ്കീംസും നമുക്ക് ഉള്ള സ്കീംസ് ആണെന്നല്ല, നമ്മൾ കൊടുത്തേക്കുന്ന എന്തിനോടൊക്കെയോ മാച്ച് ചെയ്യുന്ന സ്കീംസാണ്. അതായത് നമ്മുടെ ഡീറ്റെയിലുമായിട്ട് എവിടെയൊക്കെയോ ഇത് മാച്ചിങ് ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും നമ്മൾ അറിയണം ഇതിനകത്തെ സ്കീംസ് ശരിക്കും നമുക്ക് മാച്ചിങ് ആണോ എന്ന്, ഫുള്ളി മാച്ച്ഡ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഏതെങ്കിലും ഒരു സ്കീമിൽ ഈ പറഞ്ഞേക്കുന്ന സ്കീമിൽ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു ഓപ്ഷനുണ്ട്, ചെക്ക് എലിജിബിലിറ്റി. ആ ചെക്ക് എലിജിബിലിറ്റിയിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർ വീണ്ടും കുറേ കാര്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം നമ്മൾ ഉത്തരം കൊടുക്കണം. ഒബ്ജക്റ്റീവാണ്, യെസ് ഓർ നോ. അതിന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പം നമുക്ക് യഥാർത്ഥത്തിലുള്ള ഇത് വരും. ബേസ്ഡ് ഓൺ യുവർ ഇൻപുട്സ് എന്താണ്, യു മേ നോട്ട് ബി എലിജിബിൾ ഫോർ ദിസ് പർട്ടിക്കുലർ ആ ഒരു ആനുകൂല്യത്തിന് നമ്മൾ എലിജിബിൾ അല്ല എന്ന് വരും. എലിജിബിൾ ആണെങ്കിൽ എലിജിബിൾ ആണ് എന്ന് വരും. അപ്പം എത്രത്തോളം ഉപകാരപ്രദമായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണിതല്ലേ. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നമ്മൾ പത്രങ്ങളിലോ ഒക്കെ അറിയും, നമുക്ക് ഇങ്ങനെ കുറേ ആനുകൂല്യങ്ങളുണ്ട് എന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ താമസമെടുക്കും. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി എല്ലാവരും ബോധവാന്മാരാണെങ്കിൽ ഇതിൽ കൂടെ തന്നെ എത്ര പേർക്ക് എന്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമായവർ, ഇവർക്കൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അവർക്കറിഞ്ഞില്ലെങ്കിലും വീട്ടിലുള്ളവർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാമെങ്കിൽ അവരെ നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരിലേക്കും ഇത് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. താങ്ക് യു.